2025 ഡിസംബർ 19 അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയം ഒരു പോരാളിയുടെ തിരിച്ചുവരവിന് സാക്ഷിയാവുകയായിരുന്നു. വിയർപ്പിനാൽ തുന്നിയിട്ട നീലക്കുപ്പായത്തിലേക്കുള്ള സഞ്ജു വിശ്വനാഥ് സാംസന്റെ തിരിച്ചുവരവിന് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ അവസാന T20 മത്സരത്തിന് തൊട്ടുമുമ്പ് ഇന്ത്യൻ ഓപ്പണർ ശുഭ്മാൻ ഗിൽ പരിക്കേറ്റ കാരണത്താൽ പുറത്തായപ്പോൾ ദാനം പോലെ സഞ്ജുവിന് നേരെ നീട്ടിയതായിരുന്നു ഒരവസരം. ദാനം കിട്ടിയതെങ്കിലും സഞ്ജുവിനതൊരു പിടിവള്ളിയായിരുന്നു. ഫോമിലായിരുന്നിട്ടും തന്നെ നിരന്തരം തഴയപ്പെട്ട സെലക്ടർമാരുടെ കണ്ണു തുറപ്പിക്കാനുള്ള അവസരം. വീണ് കിട്ടിയ അവസരം സഞ്ജു മുതലെടുത്തു. നേരിട്ട 22 പന്തിൽ 168 സ്ട്രൈക്ക് റേറ്റിൽ 37 റൺസ്, അതും 4 ഫോറുകളുടെയും 2 സിക്സറുകളുടെയും അകമ്പടിയോടെ. ഭാഗ്യമെന്നോണം വീണ് കിട്ടിയ അവസരമായിട്ടും സഞ്ജുവിനെ സമ്മർദ്ദം ഒട്ടും അലട്ടിയിരുന്നില്ല എന്ന് വേണം പറയാൻ. കിട്ടിയ അവസരം നന്നായി പെർഫോം ചെയ്തില്ലെങ്കിൽ ഡഗ്ഔട്ടിലെ തന്റെ ഇരിപ്പിടം സ്ഥിരമാക്കേണ്ടി വരുമെന്ന ചിന്തയൊന്നും സഞ്ജുവിന്റെ ബാറ്റിംഗിലുണ്ടായിരുന്നില്ല. തനിക്കു വേണ്ടിയല്ല, ടീമിനു വേണ്ടി കളിക്കുക എന്ന എന്നുമുള്ള അദ്ദേഹത്തിന്റെ നയം തന്നെയായിരുന്നു അയാൾക്കന്നും. ഓപ്പണിംഗിൽ റൺ റേറ്റ് ഉയർത്തുക, പിറകെ വരുന്നവർക്ക് സമ്മർദ്ദമില്ലാതെ ബാറ്റ് വീശാൻ വഴിയൊരുക്കുക എന്ന അതിവേഗ ക്രിക്കറ്റിന്റെ നയം സഞ്ജു അക്ഷരം പ്രതി നടപ്പാക്കുകയായിരുന്നു. ഗിൽ 4 മത്സരങ്ങളിൽ നിന്ന് 90 സ്ട്രൈക്ക് റേറ്റിൽ എടുത്ത 32 റൺസ് ഒറ്റ ഇന്നിംഗ്സിൽ മറികടന്ന് സഞ്ജു മടങ്ങുമ്പോൾ ഇന്ത്യൻ സ്കോർ 100-നടുത്തെത്തിയിരുന്നു. നിറങ്ങൾ മങ്ങുകില്ല കട്ടായമെന്ന് സഞ്ജു സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് സെലക്ടർമാർക്ക് ബോധ്യമായി കാണണം. എത്ര പുറത്തിരുത്തിയാലും അയാളിലെ പ്രതിഭയുടെ നിറം മങ്ങുകയില്ലെന്ന ബോധ്യം. ആ ബോധ്യത്തിൽ നിന്നാണ് T20 വേൾഡ് കപ്പ് സ്ക്വാഡിൽ സഞ്ജുവിന്റെ പേരുൾപ്പെടുന്നത്. അതും ഗില്ലിന് പകരം ഇന്ത്യൻ ഇന്നിംഗ്സിന്റെ ഓപ്പണറായിട്ട്. ഇന്ത്യൻ സെലക്ടർമാരുടെ ഉചിതമായ തീരുമാനമെന്ന് ക്രിക്കറ്റ് ലോകം അഭിനന്ദിക്കുമ്പോഴും പല പണ്ഡിറ്റുകളും പലപ്പോഴായി ചോദിച്ച ചില ചോദ്യങ്ങൾ ഇപ്പോഴും പ്രസക്തമാണ്. ആർക്കെങ്കിലും പരിക്കേറ്റാൽ മാത്രം അവസരം നൽകേണ്ടവനാണോ സഞ്ജു എന്ന ചോദ്യം. എന്തിനാണ് ഗില്ലിനു വേണ്ടി സഞ്ജുവിനെ തഴയപ്പെടുന്നത് എന്ന ചോദ്യത്തിന്റെ പ്രസക്തി നമുക്കൊന്ന് പരിശോധിക്കാം. കഴിഞ്ഞ ഏഷ്യ കപ്പ് സ്ക്വാഡിൽ പരിക്ക് മാറി ഗിൽ തിരിച്ചെത്തിയത് വലിയ വാർത്തയായിരുന്നു. എന്നാൽ അന്ന് മുതൽ ഓപ്പണിംഗിൽ ഫോം കണ്ടെത്താൻ ഗിൽ നിരന്തരം പരാജയപ്പെട്ടിട്ടും ഇന്ത്യൻ സെലക്ടർമാർ അയാൾക്ക് തുടരെ അവസരങ്ങൾ നൽകിക്കൊണ്ടേയിരുന്നു. ഗിൽ ഓപ്പൺ ചെയ്ത 15 T20 മത്സരങ്ങളിൽ നിന്ന് ആകെ നേടിയത് 291 റൺസ് മാത്രമാണ്. അതും 137 സ്ട്രൈക്ക് റേറ്റിൽ 24 റൺസ് എന്ന ആവറേജിൽ. ഒന്നിൽ പോലും ഒരു അർദ്ധ സെഞ്ചുറി പോലും ഉണ്ടായിരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. ഓപ്പണിംഗിൽ നന്നായി ബാറ്റ് ചെയ്തിരുന്ന സഞ്ജുവിനെ ഗില്ലിനു വേണ്ടി സെലക്ടർമാർ ഓപ്പണിംഗിൽ നിന്ന് നീക്കി. പകരം പല ഓർഡറുകളിലും പരീക്ഷിച്ചു. 2024 T20 വേൾഡ് കപ്പിന് ശേഷം 13 മത്സരങ്ങളിൽ മാത്രമാണ് സഞ്ജുവിന് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാൻ അവസരം ലഭിച്ചത്. അത്രയും മത്സരങ്ങളിൽ നിന്ന് 181 സ്ട്രൈക്ക് റേറ്റിൽ 34 റൺസ് എന്ന ആവറേജിൽ 451 റൺസുകളാണ് സഞ്ജു അടിച്ചെടുത്തത്. അതിൽ പകിട്ടെന്നോണം 3 സെഞ്ചുറികളും ഉൾപ്പെടുന്നു. സഞ്ജുവും ഗില്ലും ഓപ്പണിംഗ് പൊസിഷനിൽ ഫോമിന്റെ കാര്യത്തിൽ ഇത്രയും പ്രകടമായ അന്തരമുണ്ടായിട്ടും ഗില്ലിന് പകരം സഞ്ജു നിരന്തരം തഴയപ്പെട്ടു. അവസാനം ഗില്ലിന് പരിക്കേറ്റതിന്റെ കാരണത്താലെങ്കിലും സഞ്ജുവിന് ഒരവസരം വീണു കിട്ടി. ക്രീസിൽ കൊടുങ്കാറ്റായും വിക്കറ്റിന് പിറകിൽ തോരാത്ത കരങ്ങളായും സഞ്ജു കിട്ടിയ അവസരം മുതലെടുത്തു. എത്ര കാലമാണ് സെലക്ടർമാർക്ക് കണ്ണടച്ച് ഇരുട്ടാക്കാൻ സാധിക്കുക? എത്ര തളർത്തിയാലും എത്ര പുറത്തിരുത്തിയാലും തോൽക്കാൻ മനസ്സില്ലെന്ന് പ്രഖ്യാപിച്ച് ഒരുത്തനിങ്ങനെ ജ്വലിച്ചുകൊണ്ടിരുന്നാൽ അവനെ ടീമിൽ ഉൾപ്പെടുത്താതെ പറ്റില്ലല്ലോ. എഗെയിൻ സഞ്ജു സാംസൺ ഇൻ ബ്ലൂസ്. അതെ, സഞ്ജു വീണ്ടും ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. സഞ്ജുവിനെ എന്നും അഗ്രസീവായി കണ്ടിട്ടുള്ള ഓപ്പണിംഗിൽ നീല ജേഴ്സിയിൽ വീണ്ടും അയാൾ എത്തിയിരിക്കുന്നു. ഇന്ത്യക്കു വേണ്ടി വേൾഡ് കപ്പ് കളിക്കാൻ. അതെ, വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, ഒരിക്കലും അതിൻ്റെ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം.